ഇതൊരു ഹൈബ്രിഡ് എഞ്ചിനാണ്. അതായത് ഇതിൽ പെട്രോളും യൂസ് ചെയ്യാം, CNGയും ഫിൽ ചെയ്യാം. എല്ലാവർക്കും ബജാജ് ഫ്രീഡം 125 വേൾഡ്സ് ഫസ്റ്റ് CNG മോട്ടോർ സൈക്കിളിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റൈഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ ഒരു വണ്ടി നമുക്ക് ഒരു 2.5 ദിവസത്തോളം ഓടിക്കാനായിട്ട് ബജാജ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നല്ല വശങ്ങളും പോരായ്മകളും റൈഡ് എക്സ്പീരിയൻസും മറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നു. അപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഡിസൈൻ്റെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഓവറോൾ ഡിസൈൻ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫിറ്റ് ആൻഡ് ഫിനിഷ് ഓവറോൾ ഒരു ലുക്ക് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രീമിയം ടച്ച് തോന്നും. അതായത് ഒരു 125cc നമ്മൾ സാധാരണഗതിയിൽ കണ്ടിട്ടുള്ള രീതിക്ക് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു CT 100 വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ഇതിനകത്ത് ഓവറോൾ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ പ്രൈസിങ് ഡീറ്റെയിൽസിൻ്റെ കാര്യം പറയാം. ബാംഗ്ലൂർ ഓൺ റോഡ് പ്രൈസ് 1.17 ബേസ് വേരിയൻറ്റ്, മിഡ് വേരിയൻറ്റിന് 1.36, ടോപ്പ് എൻഡ് മോഡൽ 1.42 lakhs ആണ്. അറ്റൻഷൻ ടു ഡീറ്റെയിൽ എന്ന് പറയുന്നത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കവറിങ് ഒക്കെ കണ്ടോ, അപ്പോൾ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ഫെൻസൊക്കെ കൊടുത്തിട്ടുണ്ട്, ഒരു ഗ്രില്ല് പോലത്തെ ഒരു സംഭവമൊക്കെ ഇവിടെ കാണാം. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു മാനൊക്കെ ഒരു കൂട്ടമായി പോകുന്ന ഒരു ഡിസൈൻ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള കുറേ കാര്യങ്ങൾ അവർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ടയർ ഹഗ്ഗറൊക്കെ നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്, ഒരു വൃത്തികേടൊന്നുമില്ല. റിയർ പോർഷൻ ആണെങ്കിലും വലിയ തെറ്റില്ല. ഓവറോൾ ലുക്ക് ആൻഡ് ഫീൽ തിരക്കേടില്ലാത്ത ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫ്യൂൽ ടാങ്കൊക്കെ നല്ല വലിപ്പമുള്ള ഒരു ടാങ്കാണ്. അപ്പം ജസ്റ്റ് ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെയാണ് ഇതിൻ്റെ ഫ്യൂൽ ക്യാപ്പ് വരുന്നത്. ഇത് പെട്രോളാണ്, ഇത് CNG ഫില്ല് ചെയ്യുന്ന ക്യാപ്പാണ്. ഒരു റിവേഴ്സ് LCD ഡിസ്പ്ലേ ആണ്. അത് നമ്മുടെ ടോപ്പ് എൻഡ് മോഡലിൽ മാത്രമേ ഉള്ളൂ. ബേസ് വേരിയൻറ്റിൽ നോർമൽ റെഗുലർ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. രാത്രിയിൽ നല്ല വിസിബിലിറ്റിയാണ്, വലിയ ഫോണ്ടൊക്കെയാണ്. പക്ഷേ ഡേ ടൈമിലുള്ള വിസിബിലിറ്റി അത്ര ഗംഭീരമായിട്ടും തോന്നിയില്ല. കാരണം കുറച്ചൊരു ഡള്ളായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നമുക്ക് അത്രത്തോളം വിസിബിലിറ്റി ഇല്ല. അത് കുറച്ചുകൂടെ ബ്രൈറ്റ് ആക്കിയിട്ട് നന്നായിരുന്നു തോന്നി. അപ്പം അത്യാവശ്യം ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. സ്പീഡോമീറ്ററും ഓഡോമീറ്ററും ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും അതുപോലെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ടൈം, അങ്ങനെയുള്ള കുറേയധികം ഫ്യൂൽ ഗേജ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാം. പിന്നെ നമ്മൾ പെട്രോൾ മോഡിലേക്ക് നമ്മൾ ഈ സ്വിച്ചിലേക്ക് മാറ്റുമ്പം ഇവിടെ CNG എന്നുള്ളതിന് പകരം പെട്രോൾ എന്നുള്ള സിമ്പിൾ കാണിക്കും. പക്ഷേ അവിടെ ഫ്യൂൽ ഗേജ് നമുക്ക് കാണത്തില്ല, ഇവിടെ ഇൻഡിക്കേഷൻ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ 2 ലിറ്റർ പെട്രോൾ നമുക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്യാൻ പറ്റും. ഫ്യൂൽ അതുപോലെ തന്നെ CNGയുടെ സെറ്റപ്പ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സീറ്റ് അഴിച്ച് കഴിയുമ്പോൾ നമുക്കിവിടെ CNG ടാങ്ക് കാണാം. അതിൽ 2 കിലോ CNG നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് അലോയ് വീൽസാണ്, 17 ഇഞ്ച് അലോയ് വീൽസാണ്. റിയറിൽ നമുക്ക് 16 ഇഞ്ച് അലോയ് വീൽസാണ്. ടയർ സൈസ് എന്ന് പറയുന്നത് ഇതിൽ 90 സെക്ഷനാണ്, പക്ഷേ ബേസ് വേരിയൻറ്റിൽ 80 സെക്ഷനാണ് വരുന്നത്. ഒരു ഡ്യുവൽ പർപ്പസ് ടയർ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ റിയറിൽ 120 സെക്ഷനാണ്, പക്ഷേ ബേസ് വേരിയൻറ്റിൽ റിയറിലും 80 സെക്ഷനാണ് വരുന്നത്. 16 ഇഞ്ച് അലോയ് വീൽസാണ്. അതുപോലെ തന്നെ സസ്പെൻഷൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ലിങ്ക്ഡ് ടൈപ്പ് സസ്പെൻഷനാണ്. അതായത് നമ്മുടെ ഹിമാലയനിലും അങ്ങനെയൊക്കെ വരുന്ന ടൈപ്പിലുള്ള ഒരു സെറ്റപ്പാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ആണ് ഈ ഒരു സസ്പെൻഷൻ. അപ്പോൾ നമുക്ക് സോഫ്റ്റ് ആക്കാം, ഹാർഡാക്കാം. ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക്കാണ്. പിന്നെ സീറ്റ് വളരെ ലോങ് ആണ്. അതുപോലെ തന്നെ സീറ്റിൻ്റെ ഒരു പ്രീമിയം ഫിറ്റ് ആൻഡ് ഫിനിഷ് ഈ ടോപ്പ് എൻഡ് മോഡലിലുണ്ട്. ബേസ് വേരിയൻറ്റിൽ ഇതിൻ്റെ ഒരു ടെക്സ്ചർ ഡിഫറൻ്റ് ആണ്. കുറച്ചുകൂടെ ഒരു നോർമൽ ടൈപ്പിലുള്ള കുഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കുറച്ചുകൂടെ പ്രീമിയം ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ എൻജിൻ വരുന്നത്. ഹൊറിസോണ്ടലി മൗണ്ടഡ് ആണ്. അപ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ള എൻജിനാണ്. ഒരു ഏറ്റവും പുതിയ ഒരു എൻജിനാണ് ബജാജ് ചെയ്തതിൽ വെച്ച്. അതുപോലെ നല്ല റിഫൈൻമെൻറ്റ് ഫീൽ ചെയ്യുന്ന ഒരു 125cc എൻജിനാണ്. ഫുഡ് പാക്കിൻ്റെ ഡിസൈനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എക്സോസ്റ്റ് ഡിസൈൻ. നല്ലൊരു ബാസുള്ള എക്സോസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ ബാർ ഡിസൈനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഒരു സ്ക്രാംബ്ലർ മോഡലിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓവറോൾ വണ്ടി ഒരു സ്ക്രാംബ്ലർ ലുക്ക് തന്നെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും.
പിന്നെ വീൽ ബേസ് വളരെ ലോങ് ആണ്. കാരണം ഇതിൻ്റെ എൻജിൻ നേരെ ഇങ്ങനെ മൗണ്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് കുറച്ച് വിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ വരുന്നത് കൊണ്ടും നമുക്ക് കുറച്ച് ലോങ് ആണ് വീൽ ബേസ്. പക്ഷേ അടി തട്ടുന്ന ഒരു പ്രശ്നമൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഒരു ചെറിയ ഇതൊരു പ്ലാസ്റ്റിക് സെറ്റപ്പാണ്. ഇത് സംഗാർഡ് വരുന്നത് ഒരു മെറ്റലാണ്. അതുകൊണ്ട് ഇതുവരെ അടി തട്ടിയ ഒരു പ്രശ്നമൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഇനി നമുക്ക് പില്യൻ വെച്ച് ഓവർ വെയ്റ്റൊക്കെ വെച്ച് പോകുമ്പം ചിലപ്പം നമുക്ക് സസ്പെൻഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് പറയാനായിട്ടുള്ളത് ഈ ഒരു ട്രെല്ലീസ് ഫ്രെയിമാണ്. ട്രെല്ലീസ് ഫ്രെയിം നല്ല റിജിഡായിട്ട് ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റാണ്. അതായത് 125cc സെഗ്മെൻറ്റിൽ ആദ്യമായിട്ടാണ് ട്രെല്ലീസ് ഫ്രെയിം ഒരു ബൈക്കിന് കൊടുക്കുന്നത്. അതിന് ബജാജിന് ഹാറ്റ്സ് ഓഫ്. കാരണം ഇതിനകത്ത് വന്നിരിക്കുന്ന ഈ ഒരു CNG ടാങ്ക് വളരെ സേഫായിട്ട് വെക്കാനായിട്ടാണ് ഈ ഒരു സംഗതി കൊടുത്തിരിക്കുന്നത്. കൂടാതെ നല്ല റിജിഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇതിൻ്റെ നല്ല സ്പീഡിൽ പോകുമ്പോഴും വണ്ടി നല്ല സ്റ്റേബിളാണ്. സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്. പിന്നെ ഇതിൻ്റെ സർവീസ് ഇൻ്റർവെൽസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 1000 കിലോമീറ്ററിലാണ് ഇതിൻ്റെ സർവീസ് എന്ന് പറയുന്നത്. എല്ലാ 5000 കിലോമീറ്റർ ഇൻ്റർവെൽസ് കൂടുമ്പോഴാണ് ഇതിൻ്റെ സർവീസ് വരുന്നത്. അതിൽ ഒരു 10,000 വരുമ്പോൾ നമുക്കിതിൻ്റെ CNG ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഒരു 30,000 കിലോമീറ്റർ ആകുന്ന സമയത്ത് നമുക്കത് കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്യണം. പിന്നെ ഓരോ 3 വർഷം കൂടുമ്പോഴും നമുക്ക് CNG ടാങ്കിൻ്റെ ഒരു അതായത് സേഫ്റ്റി ടെസ്റ്റ് ഉണ്ട്. അതിൻ്റെ ഗവൺമെൻറ് അപ്രൂവൽ വേണം. നമ്മളിപ്പോൾ എയർ പൊല്യൂഷൻ ടെസ്റ്റൊക്കെ നടത്തുന്ന പോലെ ഒരു ചെറിയ ടെസ്റ്റാണ്. അപ്പോൾ അത് ചെയ്യേണ്ടതുണ്ട്. ഫസ്റ്റ് സർവീസ് ചെയ്ത ചിലർക്ക് ഏകദേശം ഒരു 1800-നടുത്ത് ഇതിൻ്റെ ഫസ്റ്റ് സർവീസിൽ ചിലവായെന്നാണ് പറഞ്ഞത്. അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ബജാജ് പറഞ്ഞത് ഒരു 125cc ബൈക്കിന് വരുന്ന അതേ കോസ്റ്റ് തന്നെയായിരിക്കും ഇതിനകത്ത് വരുന്നതെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വിസിബിലിറ്റിയുടെ കാര്യം പറഞ്ഞു ഞാൻ, ലോ ബീം എന്ന് പറയുന്നത് ഒരുപാട് എന്താ പറയുക ലോങ് ആയിട്ടൊന്നും നമുക്ക് കിട്ടത്തില്ല. ഒരു സിറ്റി റൈഡിന് ഫോക്കസ് ചെയ്തിട്ട് ആണ് ഇത് ചെയ്തിരിക്കുന്നത്. ഹൈവേയിൽ അത്രത്തോളം എഫിഷ്യൻ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അതേസമയം ഹൈ ബീം എന്ന് പറയുന്നത് വളരെ ഷാർപ്പായിട്ട് ഒരുപാട് ലോങ് പോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ വൈഡായിട്ട് നമുക്കൊരു വിസിബിലിറ്റി കുറച്ച് ലോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഹാലജൻ തന്നെയായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് കുറച്ച് വിസിബിലിറ്റി യെല്ലോ കളർ ആയതുകൊണ്ട്. ഇതൊരു നോർമൽ സിറ്റി സെറ്റപ്പിൽ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഒരു വിഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്, ഹെഡ്ലൈറ്റിൻ്റെ വിസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മൈലേജിൻ്റെ കാര്യത്തിൽ 116 കിലോമീറ്ററാണ് പെട്രോളിൽ കിട്ടുന്നത്. അത് 196 കിലോമീറ്ററാണ് CNGയിൽ കിട്ടുന്നത്. അത് സ്പീഡ് അനുസരിച്ച് ഡിഫറൻ്റ് ആയിരിക്കും. നിങ്ങൾ കുറച്ചും കൂടെ സ്മൂത്തായിട്ടൊക്കെ ഓടിക്കുകയാണ്, ഒരു 40-35 റേഞ്ചിലൊക്കെയാണ് ഓടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചുകൂടെ മൈലേജ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരു പക്ഷേ ബജാജ് പറയുന്ന അതേ മൈലേജ് തന്നെ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാനൊരു നോർമൽ രീതിയിൽ ഓടിച്ചിട്ടാണ് ഈ ഒരു റേഞ്ച് കിട്ടിയിരിക്കുന്നത്. പിന്നെ ടോപ്പ് സ്പീഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ CNG സെറ്റപ്പിൽ ഒരു 100+ പോകുന്നുണ്ട്. പിന്നെ പെട്രോൾ ഇട്ടിട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 105 മുതൽ 107 വരെയൊക്കെ മാക്സിമം കിട്ടാൻ ചാൻസ് ഉള്ളൂ. 110 വരെയൊക്കെ അങ്ങേയറ്റം പോകാൻ ചാൻസ് ഉള്ളൂ. പക്ഷേ അത് ഒരു 125cc സംബന്ധിച്ച് നോക്കുമ്പം 100 എന്ന് പറയുന്നത് തന്നെ വളരെ കൂടുതലാണ്. അപ്പോൾ നല്ലൊരു ടോപ്പ് ആൻഡ് സ്പീഡും ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് CNG പൊട്ടിത്തെറിക്കോ ഇല്ലയോ എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓൾറെഡി ഞാൻ അതിനുവേണ്ടി സ്പെഷ്യലായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ചാനലിലൊന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. പിന്നെ ഇതിനകത്ത് കിക്കർ വരുന്നുണ്ട്. അതൊരു നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് സെൽഫ് സ്റ്റാർട്ടും ഉണ്ട്, കിക്കറും ഉണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു 125cc എഞ്ചിനാണ്, എയർ കൂൾഡ് എഞ്ചിനാണ്. 9.5 PS പവറും 9.7 Nm ടോർക്കുമാണ് ഇതിനകത്ത് വരുന്നത്. വളരെ ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്. ഇനിഷ്യൽ പിക്കപ്പ് എന്ന് പറയുന്നത് വളരെ സ്മൂത്തായിട്ടാണ്. അതായത് നമ്മൾ കുറച്ച് വണ്ടി ഓടി വരുമ്പോൾ സ്പീഡായിട്ട് വരുന്ന രീതിക്കാണ് ഇതിനകത്ത് എൻജിൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ലീനിയർ പവർ ഡെലിവറിയാണ്. അപ്പോൾ ഒരു നല്ലൊരു കമ്മ്യൂട്ടർ ബൈക്കിന് പറ്റിയ തരത്തിലാണ് ഇതിൻ്റെ എൻജിൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് പെട്രോൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരല്പം പെർഫോമൻസ് കൂടുതലായിട്ട് തോന്നും. കാരണം അറിയാലോ, CNG എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു പൊടിക്കൊരു ലാഗുണ്ട്. അതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ നമ്മൾ ഇതിൻ്റെ പെട്രോളിൽ നിന്നും CNGയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് ഒരു ചെറിയ ഡിലേ ഉണ്ട്. പക്ഷേ വണ്ടി ഓഫായൊന്നും പോകത്തില്ല. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു പുള്ളിങ് കാണിച്ചു തരാം. CNGയിലാണ്. കണ്ടോ, 70-80 വരെ വളരെ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. വൈബ്രേഷനൊന്നും കാര്യമായിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്തൊരു ഹൈലൈറ്റ്. അത് ബജാജ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു എൻജിൻ ഏറ്റവും പുതിയ എൻജിനാണ്. അവരുടെ ഒരു മൊത്തത്തിലുള്ള എൻജിൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
പ്ലാന്റഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. അതുപോലെ ഭയങ്കര റിഫൈൻമെൻറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇത്രയും സ്മൂത്തായിട്ടത് സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ. പിന്നെ പെട്രോളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പൊടിക്കൊരു വളരെ മൈനറായിട്ടുള്ള ഒരു വൈബ്രേഷൻ എവിടെയോ ഫീൽ ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഒട്ടും നമുക്ക് നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ ഇതിനകത്തില്ല. കാരണം ഒരു 125cc ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല രീതിക്കുള്ള ഒരു പെർഫോമൻസ് ഇതിനകത്ത് തരുന്നുണ്ട്. ഇനി എൻജിൻ ഹീറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി ട്രാഫിക്കിൽ ഞാൻ ഓടിച്ച സമയത്ത്, അതായത് CNGയുടെ സംഗതിയിട്ട് ഓടിച്ച സമയത്ത് ഒരു ചെറിയ ഒരു 25 മിനിറ്റൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഓടിച്ചപ്പോൾ ഒരു ചെറിയൊരു ഹീറ്റ് താഴെ ഈ എൻ്റെ വലത് ഭാഗത്തെ കാലിൻ്റെ അടിയിലേക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്തു. ഓവറെന്ന് പറയാൻ പറ്റില്ല. CNG ആകുമ്പോൾ അല്പം ചൂട് ഉണ്ടാവും, പക്ഷേ അത് മാനേജബിളാണ്. അസഹനീയമായിട്ടുള്ള ഒരു ചൂടൊന്നുമല്ല. അപ്പോൾ ഹീറ്റ് മാനേജ്മെൻറ്റ് വലിയ തെറ്റില്ല. പിന്നെ ഇതിൻ്റെ ക്ലച്ചും അതുപോലെ ഗിയർ ബോക്സും എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലച്ച് വളരെ ലൈറ്റാണ്, ഒട്ടും ഒരു സ്ട്രെസ് ഇല്ല. ഈസി ആയിട്ട് നമുക്ക് ക്ലച്ച് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഗിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 സ്പീഡ് ഗിയർ ബോക്സാണ്, നല്ല സ്മൂത്താണ്. പക്ഷേ ചെറിയ രീതിക്ക്, അതായത് ഫോൾസ് ന്യൂട്രൽസ് എന്ന് പറയാനായിട്ടും പറ്റത്തില്ല. അതായത് നമ്മളിപ്പോൾ ന്യൂട്രലിലാക്കിയിട്ട് നമ്മളിപ്പം ട്രാഫിക്കിലൊക്കെ നിൽക്കുവാന്ന് വിചാരിച്ചു, അപ്പോൾ പിന്നെ പെട്ടെന്ന് ഗിയർ ഇട്ടിട്ട് പോകാൻ നോക്കുമ്പം ഗിയർ വീഴാനുള്ളൊരു പ്രയാസം എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഗിയർ ബോക്സ് അതിൻ്റെ ഒരു റേഷ്യോ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഗിയറിൽ നല്ല ഒരു ടോർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ഗിയേഴ്സിലെല്ലാം ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്. അപ്പോൾ ഒരു 125cc കുറച്ചുകൂടെ ഒരു ബെറ്റർ ഒരു ബാസ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് കൊള്ളാം. പിന്നെ ഇതിൻ്റെ ബ്രേക്കിങ്ങിൻ്റെ കാര്യം. ബ്രേക്കിംഗ് എന്ന് പറയുന്നത് ഇത് ഡിസ്ക് വേരിയൻ്റ് ആണ്, ടോപ്പ് എൻഡ് മോഡലാണ്. ബേസ് വേരിയൻറ്റിൽ ഡ്രമ്മാണ് വരുന്നത്. ഡിസ്ക് വേരിയൻറ്റിൽ അത്യാവശ്യം ബ്രേക്ക് ഫീഡ്ബാക്ക് കൊള്ളാം എന്നെനിക്ക് തോന്നി. സ്റ്റോപ്പിംഗ് പവറൊക്കെ തെറ്റില്ല, നമുക്ക് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് ആണ്, കമ്പൈൻഡ് ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഇതിനകത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്കിംഗ് ഫീഡ്ബാക്കൊക്കെ കൊള്ളാം. ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലൈറ്ററായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് ഈസി ആയിട്ട് സിറ്റിയിലൊക്കെ കൊണ്ടു നടക്കാൻ പറ്റും. അതുപോലെ തന്നെ വെയിറ്റ് ഒന്നും അത്രത്തോളം ഫീൽ ചെയ്യുന്നില്ല. 147 kg ഒക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് ഓടിക്കുന്ന സമയത്ത് അത് ഒട്ടും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് ഈ ഹാൻഡിൽ ബാർ വെട്ടിക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങനെ ടേൺ ചെയ്യാൻ പറ്റില്ല. ഒരു പരിധി വരെ നമുക്ക് ടേൺ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് ഇപ്പോൾ യൂ ടേൺ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി അല്പം ലോങ് ആണ്, അല്ല ലെങ്തിയാണ് ഇതിൻ്റെ ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരല്പം ഒന്ന് കെയർഫുള്ളായിട്ട് യൂ ടേൺ എടുക്കേണ്ടി വരും. പക്ഷേ അത് മാനേജ് ചെയ്യാനായിട്ട് അത്ര ബുദ്ധിമുട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യില്ല. എർഗണോമിക്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡിൽ ബാർ എന്ന് പറയുന്നത് ഒരുപാട് വൈഡല്ല, ഒരുപാട് ഷോർട്ടും അല്ല. ഒരു സിറ്റി ബൈക്കിന് വേണ്ടിയ രീതിക്കുള്ള ഹാൻഡിൽ ബാർ പൊസിഷനാണ്. അതുപോലെ അപ്രൈറ്റ് ആണ് അത്യാവശ്യം. ഒരു സ്ക്രാംബ്ലർ ടൈപ്പിലാണ് ഇതിൻ്റെ ഹാൻഡിൽ ബാർ ഇരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് കുറച്ച് ഹൈറ്റ് കൂടുതലാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരു മീഡിയം കംഫർട്ട് നമുക്ക് ഇതിനകത്തുനിന്ന് പ്രതീക്ഷിക്കാം. വെയിറ്റ് കയറുമ്പോഴാണ് കുറച്ചുകൂടെ കംഫർട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ സീറ്റ് ഹൈറ്റ് കുറച്ച് കൂടുതലാണ്. ഹൈറ്റ് ഉള്ളവർക്ക് ആയിരിക്കും കൂടുതൽ ഓടിക്കാനായിട്ട് കുറച്ചും കൂടെ കംഫർട്ട്. ഹൈറ്റ് കുറഞ്ഞവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമുക്ക് ഫുഡ് പാക്കിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഒരു പൊടിക്ക് റിയർ സെറ്റാണ്. ഫുഡ് പാക്കൊക്കെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒരു നല്ല സാരി ഗാർഡ് ഓൾറെഡി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബഞ്ചി കോട്ട്സ്, അതായത് നമുക്ക് എന്തെങ്കിലും ടാഗൊക്കെ ചെയ്യാനായിട്ട് ഓൾറെഡി ഇവിടെ ഒരു 4 ക്ലാമ്പ് കൊടുത്തിട്ടുണ്ട് ലഗേജൊക്കെ ക്യാരി ചെയ്യാനായിട്ട്. അതൊക്കെ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇരിക്കുന്ന സമയത്ത് സീറ്റ് കുറച്ച് കൂടുതൽ ഹൈറ്റിലും ഹാൻഡിൽ ബാർ കുറച്ച് താന്നും ഇരിക്കുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ലുക്ക് വെച്ച് നോക്കുമ്പം ഹാൻഡിൽ ബാർ ഒരുപാട് ഉയരമുള്ള പോലെ തോന്നും, സ്ക്രാംബ്ലർ ടൈപ്പിൽ കൊടുത്തിരിക്കുന്നത് കൊണ്ട്. പക്ഷേ നമുക്ക് ഇരുന്ന് ഓടിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചിങ്ങനെ ഹൈറ്റിൽ ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് കുറേ നേരം ഓടിക്കുന്ന സമയത്ത് ചെറിയൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സ്റ്റിൽ ഓക്കെ, മാനേജബിളാണ്. അപ്പം എർഗണോമിക്സ് വലിയ തെറ്റില്ല എന്ന് വേണേൽ പറയാം. പിന്നെ ഒരു ചെറിയ ക്രാഷ് ഗാർഡൊക്കെ കൊണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നല്ല രീതിക്ക് നമുക്ക് തൈസൊക്കെ സപ്പോർട്ട് ചെയ്ത് ഓടിക്കാൻ പറ്റും, അത് കൊള്ളാം. അപ്പോൾ അത്രയാണ് എർഗണോമിക്സിൻ്റെ കാര്യങ്ങൾ പറയാനായിട്ടുള്ളത്. അപ്പം ഡെയിലി ഒക്കെ നമുക്ക് ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യാനായിട്ട് ആൾക്കാർക്ക് സിറ്റിയിലൊക്കെ ഓടിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഡെലിവറി ബോയ്സിനൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അതല്ല നിങ്ങൾക്കിപ്പം വേറെ രീതിയിലാണേലും നിങ്ങളുടെ ഓഫീസ് ടു ഹോം അങ്ങനെയൊക്കെയുള്ള രീതിക്കാണേലും എല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വണ്ടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഇന്നോവേഷനാണ് ബജാജ് നടത്തിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ടയർ ഗ്രിപ്പിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ടയർ ഗ്രിപ്പുണ്ട്. വെറ്റ് കണ്ടീഷനിലാണെങ്കിലും അതുപോലെ നോർമൽ റോഡിലാണെങ്കിലും അത്യാവശ്യം ഡീസൻറ്റ് ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. ഒരു ഡ്യുവൽ പർപ്പസ് ടൈപ്പ് ടയറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കുറച്ച് പ്ലസ് പോയിൻറ്റ്സും മൈനസ് പോയിൻറ്റ്സും ഒക്കെ ഞാനൊന്ന് പറയാം. പ്ലസ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത്
വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഡിസൈൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പ്രീമിയം ആയിട്ടുള്ള ഒരു സീറ്റ് സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. വളരെ ലോങ് ആണ്. നമുക്ക് നല്ല രീതിക്കുള്ള മൈലേജ് ലഭിക്കും എന്നുള്ളതും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിനകത്തെ ഹൈലൈറ്റ്. പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാനും തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മൂത്താണ് ഗിയർ ബോക്സ് ഒക്കെ, പക്ഷേ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഗിയർ വീഴുന്നത് ഒരു ചെറിയ രീതിയിലുള്ള ഫോൾസ് ന്യൂട്രൽസ് ഒക്കെ വരുന്നത് പോലെയും, ന്യൂട്രൽ സെറ്റപ്പിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ട്രാഫിക്കിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഗിയർ ഇടാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട് വരുന്നുണ്ട്. കറക്റ്റായിട്ട് വീഴാത്തതുപോലെ ഉണ്ട്. അതൊന്ന് റീവർക്ക് ചെയ്താൽ നന്നായിരിക്കും. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ വിസിബിലിറ്റി അല്പം ബെറ്റർ ആക്കാനും തോന്നി. അതുപോലെ തന്നെ ഈ ഒരു സ്പീഡോമീറ്ററിൻ്റെ വിസിബിലിറ്റിയും കുറച്ചുകൂടെ ബെറ്റർ ആകാനുണ്ട്. അപ്പം ഈ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞെക്കിപ്പൊട്ടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ വീഡിയോ ആയിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇംഗിതം പോലെ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു കിടു വീഡിയോ ആയി വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ.